നീ എന്നതാണ് എന്റെ ഷർട്ടിലിട്ട് കാണിക്കുന്നത്? പിതാവിന് പറക്കാത്തവന്. ക്ഷമിക്കണം പിതാവേ, അങ്ങയുടെ ശ്വാനസന്തതികളെ അടിയന്റെ പാദങ്ങളിലൊന്നും മുള്ളി അതങ്ങയുടെ തിരുവസ്ത്രത്തിലോട്ടൊന്നും തിരികെ പതിപ്പിച്ചതാ. ക്ഷമിക്കണം. ഷർട്ട് എടുക്കടാ. പിന്നെ എടാ എന്റെ ഷർട്ട് എടുക്കടാ. ഓ ഉവ്വ. എടാ ഇങ്ങോട്ട് എടുത്തോണ്ട് വരാം. പിന്നെ പേടിപ്പിച്ച അങ്ങ് എടുക്കുമെന്നാ വിചാരം. ഓ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇങ്ങോട്ട് കൊണ്ടുവരാൻ. എന്തോന്ന് കഴുകടാ. എന്ത്? പിന്നെ എന്റെ പട്ടി കഴുകും. എന്റെ ഷർട്ട് കഴുകടാ. നല്ല വൃത്തിയായിട്ട് കഴുകടാ. ഓ വൃത്തിയായിട്ട് കഴുകിയത് എന്തോന്ന്? തേച്ചൊരിച്ച് കഴുകടാ. ഓ തേച്ചൊരിച്ച് തന്നെയാ കഴുകുന്നത്. അതെ, എന്റെ ശബ്ദത്തെ എന്നും അങ്ങനെ അടിച്ചമർത്താന്ന് വിചാരിക്കണ്ട. വല്ല പട്ടികളും കുരയ്ക്കുന്നത് കേട്ടോ എന്റെ മക്കള് പേടിക്കുന്നത് കേട്ടോ. കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. ഈ നശിച്ച പട്ടികൾ കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. എടാ തല തിരിഞ്ഞ മോൻ കാരണം നട്ടം തിരിയുന്ന അപ്പന്റെ അവസ്ഥയോടൊന്നും വരികയല്ലടാ. ഞാൻ എന്നാ ചെയ്തുന്നാ ഈ 6-4 5 ഫോട്ടോ എടുത്ത് ഈ ഓണം കയറാൻ വലിയ സ്റ്റുഡിയോ ഇട്ട് ഒതുങ്ങി കൂടെ എന്നെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ എൻ്റെ പൊന്നുമോൻ എന്നാ വേണം? അപ്പനിവിടെ ഒരു ബെൻസിന്റെ ഷോറൂം അങ്ങ് ഇട്ട് തരട്ടോ. എന്നാ വേണോടാ? നിന്റെ വായിന്ന് തന്നെ എനിക്കത് കേൾക്കണം. പറ. നീ പറയടാ. എന്തോ എന്തോന്ന്? ആ ക്യാമറ കൊടുക്കുന്നുണ്ടോ? നല്ലൊരു ടീം വന്നിട്ടുണ്ട്. ഓ ഇല്ലെന്നേ. അതിപ്പോ എന്നാണോ തുണി അടച്ചു കുടുങ്ങിപ്പോ എന്നാ ക്യാമറ മാത്രം? നിന്നോടല്ലേ പറഞ്ഞ കൊടുക്കുന്നില്ലെന്ന്. വെറുതെ മാഷ് രണ്ട് പട്ടിയും എന്നടാ എന്നാ പറഞ്ഞ? മാഷ് 2 ഡോഗ്സിനെ മേടിച്ചെന്ന് അറിഞ്ഞു. ഏതേനം? അല്ല കൊടുക്കുന്നുണ്ടെങ്കിൽ പറയണം. നിനക്ക് ജീവനോടെ വീട്ടിൽ പോണ്ടാ പട്ടി. അല്ല അപ്പോ ക്യാമറക്ക് വേറെ ആളെ നോക്കാലോ അല്ലേ? ഫ്രീ സർവീസ് ഫ്രീ സർവീസ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ചുമ്മാ പറയുന്നേ. ചേച്ചിയും കൊണ്ട് സാറിന് നേരത്തെ എന്നാ സംഭവം? ഇതൊരു ഏണിയാ, ഒരു കണക്ക് പോയില്ല. ഇവിടെ നന്നാക്കിയില്ലെന്നും പറഞ്ഞ് ഞാനിവിടെ പറഞ്ഞു വിട്ടാന്നേ. അവനത് നന്നാക്കി കൊടുക്കുമെന്നുള്ള വാശിയില്ല. വൃത്തിയായിട്ട് എന്നാടാ ഈ അറിയാൻ മേലാത്ത പണിയൊക്കെ എടുക്കുന്നേ? എനിക്കിതൊക്കെ അറിയാം. സത്യത്തില് പണി അറിയാത്തത് അവനാ. നീ ഇന്നലെ ബാബു മേസ്ത്രിയുടെ വീട്ടിൽ പണിക്ക് പോയപ്പോ എന്തെങ്കിലും എടുത്തായിരുന്നോ? ഒരുമാതിരി മറ്റേ സോറി അനാവശ്യം പറയരുത്. അവരെന്നോട് ചോദിച്ചായിരുന്നു. ഞാൻ എപ്പോഴേ പറഞ്ഞു നീ അങ്ങനെ മുട്ടിക്കത്തൊന്നുമില്ലെന്ന്. അത് പറ. കണ്ട പിന്നെ നീ ആ സുധിയുടെ വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്ത് കൊടുത്തായിരുന്നോ? എന്തിനും? ഇതിങ്ങനെ ഞാൻ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോലെ ലക്ഷ്മി, ഞാൻ നന്നാക്കും.